ഹലോ ഗൈസ്, നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയാലോ. ആദ്യമേ സ്റ്റൗവ് ഓൺ ചെയ്യുക, എന്നിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കണം. പാത്രത്തിലൊന്നും വെള്ളം ഉണ്ടാവില്ല. എന്നിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളെന്താ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം ചതച്ചതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് അത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുക, വീണ്ടും ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ പോകണം. പച്ചമണവും പോകണം. കാരണം ഇങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ പച്ച കുത്തു ചുവ വരും. അപ്പോഴത്തേക്കും നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ എല്ലാ പച്ച ചുവയൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും ഇത് എന്ത് അച്ചാറാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ഇരുമ്പം പുളി, കൊഞ്ചുപുളി എന്നൊക്കെ പറയും. ഇത് ഞാൻ വറുത്ത് വെച്ചതാണ്. വറുത്ത് വെച്ച് എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇതങ്ങ് പൂത്തു പോകും, പെട്ടെന്ന് പൂക്കും. വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പൂക്കത്തില്ല. ചിലരിത് ഉണക്കിയിട്ട് അച്ചാറിടുന്നവരുണ്ട്. ഞാൻ ഉണക്കാനൊന്നും എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാനിത് വറുത്ത് വെച്ചാലൊരു 2 വർഷമൊക്കെ ഇരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സാധനത്തിലോട്ട് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് അതിലൊരു ഇത് നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ മുളക് പൊടിയൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തത്. എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്തോട്ട് കായപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. കായപ്പൊടി എല്ലായിടത്തും അങ്ങോട്ട് എത്തണം. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പിന്നെ വിനാഗിരി ഒഴിക്കും. ഇതൊക്കെ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. വിനാഗിരി ഒഴിക്കുന്നതും കായപ്പൊടി ഇട്ടതും ഒക്കെ. മുളക് പൊടി ഇട്ടതും നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ്. എന്നിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി പിന്നെ ഈ ഇരുമ്പുളി ചിലർ പറയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ച് പോയെന്നൊക്കെ. കിഡ്നി അടിച്ച് പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആർക്കൊക്കെ കിഡ്നി അടിച്ച് പോയെന്ന് അറിയാൻ വേണ്ടിയാണ്. എന്തായാലും ഞാനിത് കഴിക്കും. എൻ്റെ കിഡ്നിക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും പിന്നെ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഒരുപാട് പുളിയാവത്തില്ല. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി മധുരമൊക്കെ വരും. നല്ല ടേസ്റ്റ് കേട്ടാ. പഞ്ചസാരയൊക്കെ ഇച്ചിരി ഇട്ട് കൊടുക്കണം. വെറൈറ്റി ഐറ്റമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. എന്നിട്ട് ഈ വറുത്ത് വെച്ച പുളി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട്